ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ 72-ാമത്തെ പേജിലെ മാർവലസ് ട്രാവൽ, അത്ഭുതകരമായ അല്ലെങ്കിൽ വിസ്മയകരമായ യാത്ര എന്ന് പറയുന്ന ഈ കവിതയാണ് പഠിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. ജോഷോ ഫെർണാണ്ടസ്. ജോഷോ ഫെർണാണ്ടസ്, ബോൺ ഇൻ 1974, ഈസ് എ മലേഷ്യൻ ഫിലിം ഡയറക്ടർ ആൻഡ് ഡിസൈനർ. ജോഷോ ഫെർണാണ്ടസ് എന്ന് പറയുന്ന അദ്ദേഹം മലേഷ്യൻ ഫിലിം ഡയറക്ടറും ഡിസൈനറുമാണ്. ഹു ബിലീവ്സ് ഇൻ ക്രിയേറ്റീവ് കൊലാബറേഷൻ. അദ്ദേഹം പരസ്പര സഹകരണത്തിലൂടെയുള്ള സർഗാത്മകമായ സൃഷ്ടി എന്ന തത്വത്തിൽ അദ്ദേഹം വിശ്വസിക്കുന്നു. ഹി ഫസ്റ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ ദ ഫിലിം ഇൻഡസ്ട്രി ഫ്രം 1995 ഓൺവാർഡ്സ്. അദ്ദേഹം ആദ്യമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത് തുടങ്ങിയത് 1995 ആൻഡ് മെയ്ഡ് ഹിസ് ഡയറക്ടോറിയൽ ഡെബ്യൂ ഇൻ ദ ഇയർ 2000. പിന്നീട് അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം കുറിച്ചത് അദ്ദേഹം 2000 വൺ ഓഫ് ദ കോ ഫൗണ്ടേഴ്സ് ഓഫ് BOO ഫിലിംസ് SDN BHD മലേഷ്യൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനി. അപ്പോൾ ഈ പറയുന്ന മലേഷ്യൻ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ സ്ഥാപകരിൽ പ്രധാനികളായ ഒരാളാണ് അദ്ദേഹം. ജോഷോ served as its executive producer between 1998-2001. ജോഷോ ഫെർണാണ്ടസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് ഇതിനുവേണ്ടി സേവനമനുഷ്ഠിച്ചത് 1998 മുതൽ 2001 വരെയാണ്. He has produced dance music and released a number of track music numbers. അദ്ദേഹം ഡാൻസ് മ്യൂസിക്കും പിന്നെ മ്യൂസിക്കിൻ്റെ ട്രാക്കുകളും അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ജോഷോ ഫെർണാണ്ടസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന ഈ കവിതയിലേക്ക് വരാം. ട്രാവലിംഗ് ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ ദ വേൾഡ്. ലോകത്തെ അറിയാനും, ഫൈൻഡിങ് ഔട്ട് ന്യൂ പീപ്പിൾ, പുതിയ ജനവിഭാഗങ്ങളെ കണ്ടെത്താനും, ആൻഡ് ലേണിംഗ് അബൌട്ട് ദെയർ ലീവ്സ്, അവരുടെ ജീവിത രീതികളെക്കുറിച്ച് പഠിക്കാനുമൊക്കെ ട്രാവലിംഗ് ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ടു നോ. അതൊക്കെ അറിയാനൊക്കെയുള്ള ഒരു വഴിയാണ് നമ്മുടെ യാത്ര എന്നുള്ളത്. അപ്പോൾ യാത്ര എന്നുള്ളത് ലോകത്തെ മനസ്സിലാക്കാനും, ജനങ്ങളെ മനസ്സിലാക്കാനും, ജനങ്ങളുടെ ജീവിത രീതികളെ മനസ്സിലാക്കാനുമുള്ള ഒരു വഴിയാണ്. Here the poet shares his views on travel. ഇവിടെ നമ്മുടെ കവി നമ്മോട് ഷെയർ ചെയ്യുന്നത്, പങ്കുവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, യാത്രയെക്കുറിച്ചിട്ടുള്ള ജോഷോ ഫെർണാണ്ടസിൻ്റെ കാഴ്ചപ്പാട് നമുക്കൊന്ന് നോക്കാം. I travel with my eyes, watching those silently cry, asking themselves the question why someone left them without saying goodbye. I travel with my eyes. കവി പറയാണ്, ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ കണ്ണുകളോട് കൂടെയാണ്. അതായത് കണ്ണെന്തിനാണ്? യാത്ര ചെയ്യുമ്പോൾ കണ്ണടച്ച് യാത്ര ചെയ്തിട്ട് എന്താ കാര്യം? നമ്മൾ കണ്ണ് തുറന്ന് നമ്മൾ ചെല്ലുന്ന രാജ്യങ്ങളാണെങ്കിലും സ്ഥലങ്ങളാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ കണ്ണ് തുറന്ന് അത് മുഴുവൻ വീക്ഷിച്ചു കൊണ്ടാവണം യാത്ര ചെയ്യുന്നത്. അപ്പോൾ കവി ഇവിടെ പറയുന്നത് അദ്ദേഹം യാത്ര ചെയ്യുന്നത് കണ്ണ് തുറന്നു വെച്ചുകൊണ്ടാണ്. അതായത് കാണുന്ന കാഴ്ചകളൊക്കെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ, വളരെ നിശബ്ദമായി കരയുന്ന ആളുകളെ അദ്ദേഹം കണ്ടു, ദർശിക്കുന്നു. ആസ്കിങ് ദംസെൽവ്സ് ദ ക്വസ്റ്റ്യൻ വൈ, അവരോട് ചോദിക്കുകയാണ്. ആസ്കിങ് ദംസെൽവ്സ്, അവരോട് തന്നെ ചോദിക്കുകയാണ്. ദ ക്വസ്റ്റ്യൻ വൈ, എന്തുകൊണ്ടാണ് സംവൺ ലെഫ്റ്റ് ദം, എന്തുകൊണ്ടാണ് അവരെ കുറച്ചാളുകൾ ഇട്ടേച്ച് പോയത്. വിതൗട്ട് സെയിങ് ഗുഡ് ബൈ പറയാതെ, അവരോട് യാത്ര പറയാതെ എന്തുകൊണ്ടാണ് കുറച്ചാളുകൾ അവരെ ഇട്ടേച്ച് പോയത് എന്ന് അവരോട് ചോദിക്കുകയാണ്. I travel with my thoughts, I travel with my pen, to write about children, women and men. അപ്പോൾ അദ്ദേഹം പറയുന്നത് I travel with my thoughts, ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ ചിന്തകളോട് കൂടെയുമാണ്. അതായത് അദ്ദേഹം കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് വെറും തൻ്റെ കൺമുന്നിലൂടെ മറഞ്ഞില്ലാതെയാകുന്ന കാഴ്ചകളെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള യാത്രയല്ല അദ്ദേഹം നടത്തുന്നത്. കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടുള്ള അഗാധമായ ചിന്ത അദ്ദേഹം നടത്തുന്നുണ്ട്. ഐ ട്രാവൽ വിത്ത് മൈ പെൻ, ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്നത്
പെന്നോട് കൂടെയാണ്. അതായത് കാണുന്ന പുതിയ ആ അനുഭവങ്ങളെ തൻ്റെ ജീവിതത്തിൽ മറക്കാതിരിക്കാൻ വേണ്ടി അത് എൻ്റെ യാത്രാനുഭവങ്ങളായിട്ട് എഴുതി വെക്കുന്നുമുണ്ട് അദ്ദേഹം. ടു റൈറ്റ് അബൌട്ട് ചിൽഡ്രൻ, കുട്ടികളെക്കുറിച്ച് എഴുതാൻ. വിമൻ, സ്ത്രീകളെക്കുറിച്ച്. ആൻഡ് മെൻ, മനുഷ്യന്മാരെക്കുറിച്ചും എഴുതാനും. അപ്പോൾ മനുഷ്യന്മാരെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ച് എഴുതാനാണ് അദ്ദേഹം പേന ഒപ്പം കൊണ്ട് നടക്കുന്നത്. I travel with my voice. I travel with my hope that something new would spring into my horoscope. Whether in Asia, America or Europe, there will always be something interesting to scope. ഇവിടെ ശ്രദ്ധിക്കുക, ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്. ഞാൻ എൻ്റെ ശബ്ദത്തോടു കൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാണുന്ന കാഴ്ചകളെക്കുറിച്ച് കണ്ടുപോവുക എന്നതിനപ്പുറത്ത് അറിയാത്ത കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെ ആണ് അദ്ദേഹം ഈ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ച് അത് തനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് ആ നാട്ടുകാരോട് ചോദിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് യാത്ര പോകുന്നത്. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്. ഞാൻ എൻ്റെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ? ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. തൻ്റെ ജാതകത്തിലേക്ക് പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് ഈ യാത്ര തൻ്റെ ജാതകത്തിൽ മാറ്റിമറിക്കുന്ന പുതിയതെന്തെങ്കിലും കൊണ്ടുവരുമെന്ന വല്ലാത്ത പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. വെദർ ഇൻ ഏഷ്യ, അമേരിക്ക ഓർ യൂറോപ്പ്, ഏഷ്യ ആകട്ടെ, അമേരിക്കയാവട്ടെ, അല്ലെങ്കിൽ യൂറോപ്പിലാവട്ടെ, എവിടെയാണെങ്കിലും ദർ വിൽ ഓൾവേസ് ബി സംതിങ് ഇൻട്രസ്റ്റ് ടു സ്കോപ്പ്. അവിടെയൊക്കെ എന്താണ്? ദർ വിൽ ഓൾവേസ്, എല്ലായ്പ്പോഴും അവിടെയൊക്കെ ഉണ്ടാവും ബി സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു സ്കോപ്പ്. അവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, താല്പര്യപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഏഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും. I travel to many different places, mix with many races, identify tribesmen by their faces and little girls by their laces. I travel to many different places. ഞാൻ പല വിധങ്ങളായിട്ടുള്ള ഈ ലോകത്തിൻ്റെ പല നാടുകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മിക്സ് വിത്ത് മെനി റേസസ്, അദ്ദേഹം പലവിധങ്ങളായിട്ടുള്ള വർഗത്തിൽപ്പെട്ട മനുഷ്യരോട് അദ്ദേഹം കൂടി ഇടപഴകി ജീവിച്ചിട്ടുണ്ട്. ഐഡൻറ്റിഫൈഡ് ട്രൈബ്സ്മെൻ, ഗോത്രവർഗ്ഗക്കാരെ തനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും, തിരിച്ചറിയാൻ കഴിയും. ബൈ ദ ഫേസസ്, അവരുടെ മുഖം നോക്കിയിട്ട്. അപ്പോൾ ഗോത്രവർഗ്ഗക്കാർ, പലവിധങ്ങളായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഗോത്രവർഗ്ഗക്കാരുടെയൊക്കെ മുഖം നമ്മുടെ ഈ ജോഷോ ഫെർണാണ്ടസ്, നമ്മുടെ കവിക്ക് കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും. ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്, ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികളെയൊക്കെ എന്ത് ചെയ്യും അദ്ദേഹം അവരുടെ വസ്ത്രം നോക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും ഇത് ഏത് വർഗത്തിൽപ്പെട്ടതാണ്, ഏത് നാട്ടുകാരാണ് എന്നുള്ളത്. I travel without money, so please listen to my testimony. The good, the bad, and even the ugly. Every experience is worth life's journey, for I will always be marveled whenever I travel. I travel without money. ഞാൻ യാത്ര ചെയ്യുന്നത് കാശില്ലാതെയാണ്. അതായത് കാശില്ലാതെ പറഞ്ഞാൽ തീരെ കാശില്ലാതെ എന്നായിരിക്കില്ല. അദ്ദേഹം എന്തെങ്കിലും നമ്മൾ വേറെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ പോയി സുഖാഡംബരങ്ങളോട് കൂടിയിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക എന്നതിനപ്പുറം അദ്ദേഹം അതല്ല അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പുതിയ മേച്ചിൽപ്പുറങ്ങൾ, പുതിയ ലോകത്തിൻ്റെ പുതിയ സ്ഥലങ്ങൾ, അദ്ദേഹം കാണാത്ത കാര്യങ്ങൾ കാണാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും, അല്ലെങ്കിൽ അദ്ദേഹം ഇതുവരെ കാണാത്ത പ്രദേശങ്ങൾ കാണാനുമൊക്കെയുള്ള വല്ലാത്ത ആർത്തിയാണ് അദ്ദേഹത്തിന് ഈ യാത്ര ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി സുഖാഡംബരങ്ങളോട് കൂടിയിട്ട് ജീവിക്കുക എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൂടുതൽ കാശ് ഇല്ല. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റിമനി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഈ സത്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ അഗ്ലി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അല്ലെങ്കിൽ വളരെ മോശപ്പെട്ടതാണെങ്കിലും അവർ എക്സ്പീരിയൻസ്, എല്ലാ എക്സ്പീരിയൻസും എല്ലാ അനുഭവങ്ങളും ഈസ് വർത്ത് ലൈഫ്സ് ജേർണി, ഈ ജീവിതമാകുന്ന ഈ വലിയ
കാര്യത്തിലേക്ക്, ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അതായത് നമുക്ക് ഇപ്പോൾ ഏത് രാജ്യത്ത് പോയാലും നല്ല അനുഭവങ്ങളാവട്ടെ, ചീത്ത അനുഭവങ്ങളാവട്ടെ, മോശപ്പെട്ട അനുഭവങ്ങളാകട്ടെ, അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ മുതൽക്കൂട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർ ഐ വിൽ ഓൾവേസ് ബി മാർവൽഡ്. കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഐ വിൽ ഓൾവേസ് ബി മാർവൽഡ്. ഞാൻ എപ്പോഴും അത്ഭുതകരമായിട്ടുണ്ട് അല്ലെങ്കിൽ വിസ്മയമായിട്ടുണ്ട് എനിക്ക് വെൻ എവർ ഐ ട്രാവൽ, ഞാൻ എവിടെ യാത്ര ചെയ്താലും എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ കവിത ഇവിടെ അവസാനിക്കുകയാണ്. ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം, വൈ ഡസ് ദ പോയിറ്റ് സേ ദാറ്റ് ട്രാവൽസ് വിത്ത് ഹിസ് ഐസ് ആൻഡ് തോട്ട്സ്? നമ്മുടെ കവി പറയുന്നു, ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ കണ്ണുകളോട് കൂടിയും എൻ്റെ ചിന്തകളോട് കൂടിയിട്ടുമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം? രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ ഐ ട്രാവൽ വിത്ത് മൈ പെൻ? എന്തുകൊണ്ടാണ് ഈ കവി ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ പെന്ന് കൊണ്ടാണെന്ന് അല്ലെങ്കിൽ പേന കൊണ്ടാണെന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിങ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്? എൻ്റെ ജാതകത്തിലേക്ക് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും ആ യാത്ര എന്ന്. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ? എന്താണ് ഈ വരി കൊണ്ട് ഉദ്ദേശമാക്കുന്നത്? നാലാമത്തെ ചോദ്യം, ഹു ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ ദ പോയിറ്റ് മീറ്റ്സ് ഡ്യൂറിങ് ഹിസ് ജേർണി? തൻ്റെ യാത്രയ്ക്കിടയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ പലവിധങ്ങളായിട്ടുള്ള മനുഷ്യന്മാർ, അതൊക്കെ ആരൊക്കെയാണ്? അഞ്ചാമത്തേത്, എവറി എക്സ്പീരിയൻസ് ഈസ് വർത്ത് ലൈഫ്സ് ജേർണി. എല്ലാ അനുഭവങ്ങളും നല്ലതാണെങ്കിലും മോശപ്പെട്ടതാണെങ്കിലും ചീത്തയാണെങ്കിലും ഏത് അനുഭവങ്ങളാണെങ്കിലും അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം പറയുന്നു. വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ ദിസ്? ഈ വരി കൊണ്ട് എന്താണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്? അപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക. ഈ കവിത നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.